അടിപൊളി ബിരിയാണിയുടെ ആ മണവും അതെല്ലാം കൂടെ നല്ല ഒരു സ്പെഷ്യൽ ഒരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണിയാണ്. ഇത് 25ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അടിപൊളി ഒരു വെറൈറ്റി വേണമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ തലശ്ശേരി ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് പഠിക്കാം. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നന്ദി. നമ്മളിവിടെ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നത് 2 കിലോ ചിക്കനും അതുപോലെ 4 കപ്പ് ജീരകശാല റൈസും വെച്ചാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലെ ഇൻഗ്രീഡിയൻസിൽ 3 സവോള നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ സവോള നമ്മളിവിടെ എടുക്കുന്നുണ്ട്. തലശ്ശേരി ബിരിയാണിയിലെ ആ പ്രത്യേക രുചി കൊടുക്കുന്നത് ഈ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള സവോളയാണ്. 1 കപ്പ് കശുവണ്ടി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് കിസ്മിസും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം സവോള വറുത്തെടുക്കാം. ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ച് നേരം എടുക്കും ഇത് ചെയ്യാനായിട്ട്. ഇത് കറക്റ്റായിട്ട് ഈ ഒരു പരുവത്തിൽ വറുത്തെടുക്കുക. കൂടുതലായിട്ട് കരിഞ്ഞു പോകരുത്. ഈ സവോള ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ആ എണ്ണയിൽ തന്നെ നമുക്ക് കശുവണ്ടിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടി പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കുക. അതുപോലെ തന്നെ കിസ്മിസും ആ എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇതും പെട്ടെന്ന് കോരിയെടുക്കാവുന്നതാണ്. ഈ സ്റ്റെപ്പിൽ നമുക്ക് ദം ബിരിയാണിയുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലെ ഇൻഗ്രീഡിയൻസിൽ നമ്മൾ എടുക്കുന്നത് 2 കിലോ ചിക്കൻ, നല്ല കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത്. നെയ്യ് 4-5 ടേബിൾ സ്പൂൺ, ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. സവോള ക്യൂബായിട്ട് അരിഞ്ഞത് 3 എണ്ണം. വെളുത്തുള്ളി ഏകദേശം 20 അല്ലി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. പച്ചമുളക് 15 എണ്ണം. ഒരു മീഡിയം സൈസ് ഇഞ്ചി നമ്മളിവിടെ എടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവിടെ 4 തക്കാളിയും നമ്മൾ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയിലയും മിൻറ്റിൻ്റെ ഇലയും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ 2 കിലോ ചിക്കന് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. തൈര് 4 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പേസ്റ്റ് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് പാൻ ചൂടാകാൻ വെക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കിന് എടുത്തു വെച്ചിരിക്കുന്ന ഗീ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് 10 മിനിറ്റ്സ് ഇളക്കി കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പേസ്റ്റാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ അത് ആഡ് ചെയ്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ഇത് മൂത്ത് വരാനായിട്ട് 2-3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈവനായിട്ട് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിൻറ്റ് ലീവ്സ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നല്ലതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടെ ഇവിടെ ആഡ് ചെയ്യാം. അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഈ ഗ്രേവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ ഗ്രേവി നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഏരിയയിലും വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ഇവിടെ ആഡ് ചെയ്യാം. തൈരും നല്ലതായിട്ടൊന്ന് ചിക്കനെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കുക. ചിക്കൻ കുറച്ചൊന്ന് വേകാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് തുറന്ന് ഉപ്പ് ആവശ്യത്തിന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്കിവിടെ ആഡ് ചെയ്യാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന കശുവണ്ടിയിൽ നിന്ന് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കാഷ്യൂ പേസ്റ്റ് ഏകദേശം 2 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കിന് നമുക്ക് നേരത്തെ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ച സവോള ഒന്ന് പൊടിച്ച് മേളിലോട്ടിട്ട് കൊടുക്കാം. തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നതിലെ 3rd സ്റ്റെപ്പിൽ നമ്മൾ റൈസ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇൻഗ്രീഡിയൻസിൽ ആദ്യം വരുന്നത് ഇത് ജീരകശാല റൈസാണ്. ഇത് ഏകദേശം 4 കപ്പ് നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇത് ആദ്യം കഴുകി കുതിർക്കാൻ വെക്കണം ഒരു 20 മിനിറ്റ്. അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ വെള്ളം വറ്റിച്ചാണ് വേവിച്ചെടുക്കുന്നത്.
1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്ന രീതിയിലാണ് നമ്മളിത് വേവിക്കുന്നത്. ഏകദേശം 6 കപ്പ് വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൽ വരുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ ആദ്യം വരുന്നത് ബേ ലീവ്സ് ആണ്. ഇത് 3 മീഡിയം സൈസ് ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. 2 തക്കോലം നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഒരു മീഡിയം സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ സിനമൺ സ്റ്റിക്ക് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. 5 ഏലക്ക നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഗ്രാമ്പൂ 4 എണ്ണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എണ്ണയും ഗീയും ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി എണ്ണയും അതുപോലെ ഗീയും ഒഴിക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് സവോള എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഇളക്കി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സിനമൺ സ്റ്റിക്സും അതുപോലെ ഏലക്കായും തക്കോലവും ബേ ലീവ്സും അതുപോലെ ഗ്രാമ്പൂവും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിവിടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഉപ്പ് ഇവിടെ ആവശ്യത്തിന് ചേർക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിഞ്ഞ് ഏകദേശം 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് അരി ഏകദേശം വെന്ത് റെഡിയാവും. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏത് ബിരിയാണി ആണെങ്കിലും നമ്മൾ ദം ചെയ്തെടുക്കുമ്പോഴാണ് ബിരിയാണിയുടെ ആ ടേസ്റ്റ് കിട്ടുന്നത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാത്രത്തിന് മുകളിലും താഴെയും ചൂട് വരണം. അപ്പോൾ മേളിൽ വെള്ളം കണ്ടൻസ് ചെയ്യില്ല. അതാണ് ദം ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ദം ചെയ്യുമ്പോൾ പാത്രത്തിനകത്തുള്ള വായു ബിരിയാണിയുടെയും ഗ്രേവിയുടെയും ഫ്ലേവർ കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് ദം ചെയ്യുമ്പോൾ നമുക്ക് ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചി കിട്ടുന്നത്. സോ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ ഏറ്റവും ബേസിൽ ഏറ്റവും അടിയിൽ നമ്മൾ ജീരകശാല റൈസ് വെന്തെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമുക്ക് നേരത്തെ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കശുവണ്ടിയും അതുപോലെ കിസ്മിസും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മല്ലിയിലയും കൂടെ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഗരം മസാല കുറച്ചിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചേ ആഡ് ചെയ്യാവുള്ളൂ. കൂടുതൽ മഞ്ഞ കളർ വേണമെങ്കിൽ നമുക്ക് യെല്ലോ കളറിങ് ആഡ് ചെയ്യാം. നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചെറു ചൂട് പാലിലോ ഗീയിലോ നമുക്ക് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് തളിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കനും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ചാറും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം റൈസ് ഇടുക, പിന്നെ ബാക്കി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇടുക, പിന്നെ മേളുവരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഫ്ലേവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ 2-3 ഇഞ്ച് സ്പേസ് വിടണം. മൈദ വെച്ച് സീൽ ചെയ്ത് ചെയ്യുന്ന ദമ്മാണ് തലശ്ശേരി ബിരിയാണിയുടെ ട്രഡീഷണൽ ദം. ഞങ്ങളിവിടെ ബേക്കിംഗ് ഓവനിലാണ് ദം ചെയ്യുന്നത്. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇത് നല്ലതായിട്ട് അടച്ചു വെക്കണം. എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്ത് വെക്കണം. വായു ഒന്നും അകത്ത് കയറാത്ത രീതിയിൽ ഒന്ന് നല്ലതായിട്ട് സീൽ ചെയ്ത് വെക്കുക. നമ്മളിവിടെ 3-4 ലെയർ അലുമിനിയം ഫോയിൽ വെച്ചാണ് ഇത് സീൽ ചെയ്തിരിക്കുന്നത്. ഓവൻ നമ്മൾ 15 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റ് എങ്ങനെയായി എന്ന് നോക്കാം. നല്ല ചൂടാണ്. അടിപൊളി. ബിരിയാണിയുടെ ആ മണവും അതെല്ലാം കൂടെ നല്ല ഒരു സ്പെഷ്യൽ ഒരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഇത് നമ്മുടെ 25th വീഡിയോ സെലിബ്രേഷൻ ആണ്. ബിരിയാണി അല്ലാതെ ഒരു 25th സെലിബ്രേഷൻ വേറെ എന്തുണ്ടാക്കാം? തലശ്ശേരി ദം ബിരിയാണി. തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു അടിപൊളി ബിരിയാണിയാണ്. ഇതിൻ്റെ പല ചേരുവകളും കൂട്ടി നമ്മൾ തലശ്ശേരി ദം ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചോറ് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടുന്ന അതിൻ്റെ കൂടെ നമുക്കൊരു കഷ്ണവും കൂടെ കിട്ടും. ചാറുള്ള ഒരു കഷ്ണമാണ്. അടിപൊളി. സൈഡിലോട്ട് വെക്കുക. പിന്നെ റൈസ് ഇങ്ങോട്ട് മാറ്റിയിടുക. അതുപോലെ തന്നെ മുട്ടയും കൂടെ സൈഡിലോട്ട് വെക്കുക. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലഡ് എടുത്ത് ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ ഒഴിക്കും. എന്നിട്ട് ഡേറ്റ്സ് അച്ചാറാണ് ഇത് സ്പെഷ്യൽ ഡേറ്റ്സ് അച്ചാറാണ്. ഇതിൻ്റെ റെസിപ്പി വരുന്നുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. പപ്പടം കുറച്ചിങ്ങനെ ഒടിച്ചെടുത്തിട്ട് അതുപോലെ മുട്ട ഇങ്ങനെ കുറച്ചൊന്ന് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അച്ചാറുടെ ചിക്കൻ്റെ ഒരു പീസും കൂടെ ഇങ്ങനെ ഇവിടുന്ന് എടുത്തിട്ട് റൈസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു പിടി എടുത്തിട്ട്
ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇതാണ് തലശ്ശേരി ബിരിയാണി. ഇത് ചിക്കൻ്റെ വേവ് കറക്റ്റാണ്, റൈസ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. അതുപോലെ ആ കോമ്പിനേഷൻ, ആ ബിരിയാണി റൈസും ആ ചിക്കനും അതുപോലെ ആ അച്ചാറും ആ പപ്പടത്തിൻ്റെ ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വലിയൊരു നന്ദി. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.